ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യാഗൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുതിതന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുതിക്കുന്നാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യാഗൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവദാസൻ അനേക കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളോർത്ത് കർത്താവ് നമ്മെ സഹായിക്കുന്ന വിധങ്ങൾ, അവന്റെ ഉപകാരങ്ങൾ, നന്മകളൊക്കെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല. നാം ഉദാസീനതയോടെ ഇരുന്നാൽ ദൈവം നമുക്ക് ഒന്നും തരികയില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ വിശുദ്ധ സ്ഥലത്ത് നമ്മളായിരിക്കുമ്പോൾ, അവന്റെ പ്രാകാരങ്ങളിലായിരിക്കുമ്പോൾ അവന് മഹത്വം കൊടുക്കേണ്ട കാര്യം ദൈവജനത്തിനുള്ളതാണ്. നാം വെറുതെ ഇരുന്നാൽ ദൈവം നമുക്കൊന്നും തരികയില്ല. പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ചെന്ന് വരികയില്ല. പക്ഷേ പ്രവൃത്തിയും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവദാസന്മാർ വളരെ ശക്തമായ ദൈവവചനം പറയുന്നത് നാം കേട്ടതാണ്. ദൈവസ്തോത്രം. ഇത് എന്തിനാണ് ഇവിടെ പറയുന്നത്? നമ്മളിവിടെ ഒരു 5-6 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതിലല്ല. യേശു പറഞ്ഞു 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ ഞാൻ അവരുടെ മധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. അവരുടെ ബലമുള്ള കരം എത്ര ശക്തിയുള്ളതെന്ന് അറിയാമോ? നാം വാക്കുകൊണ്ട് ചെറിയ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയവ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. നമുക്കറിയാൻ മനുഷ്യനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയുവാൻ പോലും കഴിയുന്ന ഒരു വേളയിലല്ല നമ്മളിവിടെ ആയിരിക്കും. നമ്മൾക്കെന്നും ആരോട് സംസാരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ അവൻ നമ്മെ കുത്തിയെന്ന് വന്നേക്കാം. അത്രമാത്രം ഹീനമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ മറക്കുന്ന വിധം നിങ്ങൾ മറന്നു പോകരുത്. നാം വെറുതെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞ് കടന്നുപോയി ചില സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്ന ഒരു മനോഭാവമൊക്കെ മാറി ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തെ ആരാധന വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. പലപ്പോഴും നാം പ്രാർത്ഥിച്ച അനേക കാര്യങ്ങൾ വിടുതൽ പ്രാപിച്ചില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. എന്നാൽ ഏത് സമയവും ദൈവത്തിന് തരുവാൻ കഴിയും. ആ ദൈവത്തിന് ഒരു
സഭയോട് നമ്മളെ സഹായിപ്പാൻ. നമ്മൾ പറയാറുണ്ട്, എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ഒരു പ്രതിഫലം ലഭിച്ചിട്ടില്ലോ എന്ന് നിങ്ങൾ മാനുഷ്യ നിലവാരമനുസരിച്ച് ചിന്തിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ദൈവത്തിന് നമ്മോട് സഹായിപ്പാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. കഴിഞ്ഞ ഈ വേളയിൽ സാറ് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന വിഷയത്തിൽ അതൊരു വലിയ മറുപടി ലഭിച്ചു എന്ന് പറയും. എത്ര സന്തോഷമുള്ള കാര്യം! അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നോ അവിടെ വിടുതല പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ എന്നും ചിലരൊക്കെ ഇങ്ങനെ ആരാധന കടന്നു വരും, എന്തോ കേട്ടി വേണ്ടി പോലെ ഇരുന്നിട്ട് മടങ്ങിപ്പോകുന്ന ചില അനുഭവങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ദൈവമക്കളെ കാണുവാൻ കഴിയും. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ പോകുവാനോ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനോ ജാതിയുടെ നമുക്ക് നിൽക്കുവാനോ ഒരിക്കലും കഴിയുകയില്ല എന്ന് പകൽക്കാലം നിങ്ങൾ ഓർമ്മിക്കട്ടെ. എന്റെ അടുത്ത് ചിന്തിപ്പിച്ച ഒരു വേദവാക്യം നിങ്ങളോട് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. 34 സങ്കീർത്തനം ദൈവസ്തോത്രം. അതിൽ 1-2 വാക്യം വായിച്ച്, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എല്ലാ കാലത്തും എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്റെ ഇരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്തുതി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ പദവിയായിരുന്നു സ്തുതി എന്ന് പറയുന്നത്. ലോകത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കാൻ കുറെ നേരം കഴിയുമ്പോൾ ഇവർ ആരാധനയും പാട്ടും പ്രാർത്ഥനയും കാണാറില്ല. ഞാൻ ഈ അടുത്ത ദിവസം ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ മദ്യപിക്കും, കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ഇടയിൽ ആ മദ്യപാനവും മറ്റു സ്വഭാവ രീതികളും കടന്നു വരാൻ പാടില്ല. ലോക മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ചോർത്തി കൊടുത്താൽ നമ്മൾ ദൈവമായിട്ട് എന്ത് ബന്ധം? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തും. ഒരിക്കൽ പോലും മടി കാണിക്കാത്ത ഒരു ദൈവ മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന്, പ്രാർത്ഥിക്കേണ്ടതിന്, ആരാധിക്കേണ്ടതിന് ഒരു മടിയും കൂടാതെ ദൈവത്തെ സേവിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. ഇന്ന് പകൽക്കാലത്ത് തന്റെ ജീവിതത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മാറുവാൻ കാരണം താൻ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട്. ഒരിക്കൽ ആ മനുഷ്യൻ ആട് വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു സിംഹം തനിക്കെതിരായി കടന്നു വന്നു, അവനെ അതിനെ വലിച്ചു കീറുവാൻ കാരണം എന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മീയ അന്തരീക്ഷം തന്റെ ഉള്ളിലുള്ള കാലത്തോളം ഒരു ദോഷം ഒരു പ്രയാസങ്ങളോ നമുക്ക് വരികയില്ല. നമ്മളെല്ലാം ഉറങ്ങി തൂങ്ങി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കടന്നുപോയി എല്ലാം ലഭിച്ചു എന്നൊരു ചിന്താമനോ ഇല്ല. നമുക്കൊന്നും ലഭിച്ചില്ല. നമ്മളൊരു ചെറിയ പ്രാർത്ഥന കൊണ്ട് പോയതുകൊണ്ട് കാര്യങ്ങൾ ലഭിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അതിന്റെ പ്രത്യുത്വാനം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു കല്ലോട് ചേർത്ത് വെച്ച് ദൈവസരി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു കല്ല് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ വീഴ്ച ഭയങ്കരമാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ മുമ്പിൽ നാം ഒരിക്കലും അഹങ്കരിക്കുവാനോ മറ്റു കാര്യങ്ങളോ ചെയ്യുവാനോ പാടില്ല. കാരണം നാം ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവരായി തിരഞ്ഞെടുത്തിരിക്കൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ രാജ്യത്തിൽ പോകുവാൻ ഇങ്ങനെ ദാവീദ് പറഞ്ഞ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അതിന്റെ 2ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിച്ചേ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടമായി കടന്നു ദൈവത്തെ ആരാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. യേശു പ്രാർത്ഥിച്ചു, മലയിൽ പോയി. തന്റെ ജീവിതത്തിലുള്ള ഐഹിക ജീവിതത്തിന്റെ അനേക പ്രശ്നങ്ങളുടെ നടുവിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു കാലഘട്ടത്തിനടുവിലാണ് യേശു ഒരു ഒറ്റയ്ക്കായി കടന്നുപോയി പ്രാർത്ഥിച്ചത്. എന്തെങ്കിലും പോയ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയുള്ള കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്ന ദൈവത്തിന് സ്വന്തം. നിങ്ങൾ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നാം ഒരുമിച്ചൊരു ആരാധന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ചില പാറകൾ നമുക്കെതിരായി നിൽക്കുന്നത് മാറിപ്പോകും. നമുക്കറിയാം, യോശുവ ഒരിക്കൽ ദൈവത്തെ ആരാധിപ്പാൻ അല്ലെങ്കിൽ ദൈവീയ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെതിരായി നിൽക്കുന്ന ചില മാനുഷ്യ ബുദ്ധികൾ, ചില വ്യക്തികളുടെ ചിന്തകൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോൾ തനിക്കെതിരായ ഒരു മതിൽ മറിച്ചിടണമെന്നുള്ള വലിയ ചിന്ത തന്നെ ഭരിച്ചു. പക്ഷേ ദൈവസന്നിധി യോശുവയും തന്റെ കുടുംബവും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചപ്പോൾ ആ മതിൽ അവർക്ക് എതിരായി മറിഞ്ഞു പോകുവാൻ കാരണമായിത്തീരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർ നമുക്ക് പ്രതികൂലമുയർത്തുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഞങ്ങൾ എത്ര കാലം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു മറുപടി ലഭിച്ചില്ലല്ലോ, എവിടെയാണോ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്, എന്താണ് ചിന്തിച്ചതെന്നൊക്കെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുക. പക്ഷേ ഒരു ദിവസം അതിനൊരു മാറ്റം സംഭവിക്കും. കാരണം കൂട്ടമായ ഒരു പ്രാർത്ഥന, ഭവനമായ ഒരു പ്രാർത്ഥന, സഭയായ ഒരു പ്രാർത്ഥന, ദൈവമക്കളെ വിളിച്ച് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് ശക്തിയും ഭേദിപ്പാൻ എന്റെ യേശുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നാം വിശ്വസിക്കുന്ന ദൈവം എത്ര ശക്തിയുള്ളതെന്ന് അറിയാമോ? നമ്മളിങ്ങനെ വാക്കുകൊണ്ട് ഉറങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഞെരുക്കത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു വിശാല മനോഭാവമില്ലാതെ വീട്ടിലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് ഹൃദയ ദുർഗത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി ലഭിക്കുന്ന സ്തോത്രം. നമ്മളെല്ലാവരും വളരെ തൃപ്തിയുള്ളവരും സാമ്പത്തിക നിലവാരം ഉയർച്ചയുള്ളവരും വലിയ ഉന്നതരെന്ന്
ബലമല്ല, പക്ഷേ ദൈവം ഈ ദിവസം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാൻ ദൈവസ്തോത്രം. ഇവിടെ 132 സങ്കീർത്തനം അതിലെ 11 വാക്യങ്ങൾ വായിച്ചേ. ഞാൻ നിന്റെ ഉദരബലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് നിന്റെ മക്കൾ എന്റെ നിയമത്തെ ഞാൻ അവർക്ക് ഉപദേശിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സിംഹാസനം എന്ന് പറയുന്നത് അത് ഉയരത്തിലാണ്, പക്ഷേ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ സിംഹാസനം എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മൾ പരസ്പരം പറയാറുണ്ട്, നീ സ്വർഗത്തിൽ പോകുമോ, നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചോദ്യത്തിന് ഈ ലോകത്ത് നടക്കാറുണ്ട്. വിശ്വാസികളാക്കി നമ്മൾ തന്നെ പറയാറുണ്ട് സ്വർഗത്തിൽ പോകുമോ എന്ന്. ചോദ്യങ്ങൾക്കപ്പുറം ഒരു മറുപടി പറയുന്ന ദൈവം നമ്പരാൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇങ്ങനെ സങ്കീർത്തനക്കാർ ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതിന് 11 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിന്നെ ഉദരബലത്തെ നിന്റെ സിംഹാസനം ഇരുത്തുമെന്നും നിന്റെ മക്കൾ എന്റെ നിയമത്തെ ഞാൻ അവർക്കായി ഉപദേശിച്ച് നിന്റെ സാക്ഷ്യത്തെ പ്രമാണിക്കുന്നുവെങ്കിൽ അവരുടെ മക്കളും എനിക്ക് എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് യഹോവ ദാവീദിനോട് ആണയിട്ട് സത്യം ചെയ്തു. ഇന്ന് പകൽക്കാർ ഇവിടെ കടന്നു വന്നിട്ട് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കട്ടെ, ദൈവം നമ്മെ നടത്തട്ടെ. അവിടുത്തെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടട്ടെ. ചില പോരുകൾ, പോരാട്ടങ്ങൾ, വൈശാല്യ ബന്ധനങ്ങൾ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദുഷ്ടന്റെ മുമ്പിലല്ല നമ്മൾ ആയിരിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ മുമ്പിലാണ്. ദൈവസ്വാഗതം. ദൈവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ല. ദൈവത്തിന്റെ ശക്തി അതിനെക്കുറിച്ച് എത്ര വ്യാപിയായി നടക്കുന്ന അറിയാമോ? അതിന്റെ പ്രതിഫലം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളവരാണ് ഈ ദിവസങ്ങളിൽ. കൃപയാലാണല്ലോ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ നടത്തുന്ന അവിടുത്തെ വലിയ വിധങ്ങളെയൊക്കെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ പോകുന്നവരായിട്ടല്ല നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് വിടുതൽ ലഭിക്കാറുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനെ ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കൃപ, ഒരുപക്ഷെ നമ്മൾ മറ്റുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കടന്നു പോകാം എന്ന് പ്രതീക്ഷിച്ചവരാണ്. അതിനൊന്നും ദൈവം നമ്മെ ഇടവരുത്തിയ കാരണം നാം ദൈവസ്ഥനിൽ കടന്നു വരേണ്ടത് ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവസ്തോത്രം. ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ എനിക്കിട വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ നീതി എനിക്കും എന്റെ കുടുംബത്തിനും ഉള്ളതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം നിൽപ്പാൻ ദൈവം എനിക്കൊരു കൃപ തന്ന. ദൈവസ്തോത്രം. ദൈവകൃപ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഈ ലോകത്തിൽ ജീവിക്കണം, ദൈവകൃപ ആവശ്യമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിനെ സേവിച്ചു ചില ജഡീക മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പാപം നിങ്ങളെ കവർന്നു തരുവാൻ കാരണമായി തീരും. പക്ഷേ അതിനകത്ത് നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഒരു ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ദൈവകൃപ എന്ന് പറഞ്ഞ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഉള്ളിലേക്ക് കൊണ്ടുകൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയിലല്ല ദൈവകൃപ. നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലിരിക്കണം. ദൈവസ്തോത്രം. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ഏത് പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നു, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. കൃപയാലാണല്ലോ നമ്മളിവിടെ ആയിരിക്കുന്നത്. വിശ്വാസത്തിൽ ഒരു പോർവരുത്തേണ്ടതിന്, ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പുവരുത്തേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവസ്തോത്രം അവൻ നമ്മെ പണിയട്ടെ. ദൈവസ്തോത്രം. എവിടെ ദൈവത്തിന്റെ വചനം ഘോഷിക്കപ്പെടുമോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഏത് വചനമാണോ ആത്മാവിൽ പ്രഘോഷിക്കപ്പെടുന്നത് ആ വചനം സത്യമാണ് എന്ന് യേശുവിനോടുകൂടെയുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ആദിമ നൂറ്റാണ്ടിലെ ആദിമ സഭയായ പെന്തക്കോസ് നാളിൽ 120 പേരുടെ മേൽ അഭിഷേകത്തെ, ആത്മാവിനെ പകർന്നുകൊണ്ട് ആരംഭിച്ച ആ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്ന ഓരോ വചനത്തെയും അക്കമിട്ട് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് മുന്നേറുന്ന കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ഒരു ഭാഗം ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റും. പത്രോസ് വചനം സംസാരിച്ചപ്പോൾ കേട്ടവരുടെ മേൽ
കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുക. പത്രോസ് സംസാരിച്ചത് വചനമാണ്. പത്രോസിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് വചനമാണ്. പക്ഷെ അത് കേട്ടവർക്ക് ആത്മപകർച്ചയായി മാറി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ അറിയാമോ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ബാക്കി പറഞ്ഞേ, ആത്മാവും ജീവനും ആകുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുക്രിസ്തു വചനം പറഞ്ഞ ഒരിടത്തും ഒരു ആത്മപകർച്ച ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. യേശുവിന്റെ അടുക്കൽ വന്നവരെ യേശു തൊടുന്നു, യേശു വാഗുകൊണ്ട് പറയുന്നു. അവിടെ രോഗസൗഖ്യവും വിടുതലും ഡെലിവറൻസ് ഹീലിംഗും എല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. പക്ഷെ അവിടെ ഒരു ആത്മപകർച്ച ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ പത്രോസ് വചനം സംസാരിച്ചപ്പോൾ യേശുവിൽ സംഭവിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. പത്രോസിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കേട്ടവരുടെ മേൽ ആത്മാവിന്റെ നിറവ് അല്ലെങ്കിൽ ആത്മപകർച്ച എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മപകർച്ച ഒരു വ്യക്തിയുടെ മേൽ വന്നു എങ്കിൽ അവന്റെ ഉള്ളിൽ ജീവന്റെ നിറവ്, ജീവന്റെ ചലനം ഉണ്ടാവും. കാരണം യേശുവിന്റെ വചനത്തിനകത്ത് ആത്മാവും ജീവനും ഉണ്ട്. ആ വചനത്തിലുള്ള പൊരുളും അതിന്റെ ദൂതും പറയുമ്പോൾ കേൾവിക്കാർ എന്ത് ചെയ്യുമെന്ന് പറയാമോ? ഒന്ന്, അതങ്ങനെയാണെന്ന് അങ്ങ് വിശ്വസിക്കും. രണ്ട്, അവർ വിശ്വസിച്ച ആ ദൂതിനെ, ആ വചനത്തെ അവരെന്ത് ചെയ്യും? അങ്ങ് ഏറ്റെടുക്കും, റിസീവ് ചെയ്യും. അവരുടെ ശരീരം അവരുടെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യും. അപ്പോൾ അവരിൽ എന്ത് വെളിപ്പെടും? ആത്മാവ് അവരുടെ മേൽ ഇറങ്ങുവാൻ തുടങ്ങുന്നു. ഇത് നമ്മിൽ വന്ന് വസിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പിശാചിനെതിരെ നമ്മൾ പോരാടേണ്ടതിനും നമ്മൾ പിന്നെയും വചനം കേൾക്കുകയും ഈ ശക്തി പ്രാപിക്കുകയും ചെയ്യും. പിന്നെ പെട്ടകത്തിനകത്ത് കയറിയിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. നോഹയുടെ കാലഘട്ടം ചിന്തിച്ചാൽ മതി. പെട്ടകം എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നത് പെട്ടകമുണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഇവിടെ ഉള്ളിൽ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും, അതൊരു വൈബ്രേഷൻ ഉണ്ടാവും, ഒരു ചലനം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഒരു ചലനം ഫിലിപ്പോസിനെ ആത്മാവ് കൊണ്ടുപോയതുപോലെ ചില ചലനങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യാതെ ചില ഭവനങ്ങളിലേക്ക്, ചില വ്യക്തികളുടെ അരികിലേക്ക്, ചില സഭകളിലേക്ക്, ചില സ്ഥലങ്ങളിലേക്ക് തന്റെ ഹിതം നിറവേറ്റുവാൻ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി. അപ്പൊ ക്രിസ്തു എവിടെയാണ് എന്ന് ശ്രദ്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ദൂതാ, ഒന്നും മനസ്സിലായില്ല. അപ്പൊ ശ്രദ്ധിച്ച് കേള്, എവിടെയാണോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടത്, എവിടെയാണോ ദൈവത്തിന്റെ കൃപ വെളിപ്പെടേണ്ടത്, എവിടെയാണോ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടേണ്ടത്, എവിടെയാണോ ദൈവത്തിന്റെ വചനം വെളിപ്പെടേണ്ടത്, എവിടെയാണോ സൗഖ്യം വെളിപ്പെടേണ്ടത്, എവിടെയാണോ വിടുതൽ വെളിപ്പെടേണ്ടത്, അവിടേക്ക് കൊണ്ടുപോകുവാൻ പ്രധാന ദൂത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 39 തൂക്കിയ ദുഷ്പ്രവർത്തിക്കായി ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു. ഒരു ആജ്ഞാപനം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്നിധിയിലെ അപ്പുറം രണ്ട് കള്ളന്മാരെ തൂക്കിയത് എന്താണെന്ന് അറിയണ്ടേ? ഒരുത്തനെ രക്ഷപ്പെടുത്തിയിട്ട് ഒരുത്തനെ തള്ളിക്കളഞ്ഞതിന്റെ കാര്യം. ഹല്ലേലൂയ. തള്ളിയവൻ പറഞ്ഞതാണ്, അവൻ ഹല്ലേലൂയ സ്തോത്രം, ഒരു പൊങ്ങച്ചാടിയായിരുന്നു. നീ ക്രിസ്തു അല്ലയോ, നീ രക്ഷ പ്രാപിക്കുമ്പോ നിന്നെ തന്നെ രക്ഷിച്ചിട്ട് നീ എന്നെ കൂടെ ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. കുരുടക്ക് നിലവിളി വരും, ചുമ്മാ കിട്ടിയ സൗഖ്യം വാങ്ങിക്കാറ്, ചുമ്മാ രക്ഷ പ്രാപിച്ച കിട്ടണമെന്ന് വിചാരിച്ചു. കർത്താവായ യേശു ചുമ്മാ കൊടുക്കുന്ന വില കൊടുക്കും. ഹല്ലേലൂയ.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമ്മൾ വില കൊടുത്താലേ പറ്റും. എന്റെ താഴോട്ട് വായിച്ചാൽ നിങ്ങളെ രക്ഷിക്കുക എന്ന് അപ്പൊ ഒരേ കള്ളം പറഞ്ഞത് നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് നീ ഞങ്ങളെ കൂടെ രക്ഷിക്ക. മറ്റവൻ ഈ രണ്ടുപേരും ഒരേ കുറ്റം ചെയ്തവരാണ്. രണ്ടുപേരും ഒരേ ശിക്ഷയ്ക്ക് അർഹനാണ്. മറ്റവൻ പറഞ്ഞതാണ് വായിക്കുന്നത് നീ നോക്കിയേ, സമശിക്ഷയിൽ തന്നെ നമ്മൾ ആയിരിക്കുന്നു. എന്നിട്ടും നീ ഇവിടെ ഇവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ പർദീസയിൽ ആ സെക്കൻഡിൽ പോകാൻ കാര്യം ഒരു പുതിയൊരു മാനസാന്തരമാണ്. അവന് അവന്റെ ദൈവത്തിന്റെ ഭയം ഉണ്ടായി. മരണശിക്ഷയ്ക്ക് യോഗ്യമായ ശിക്ഷ, കുറ്റം ചെയ്തിട്ട് അവൻ ശിക്ഷ അർഹനായിട്ടുള്ളവൻ തന്നെയാണ്. നല്ല പ്രവൃത്തി ചെയ്തവരെ ഈ കള്ളന്മാരോട് കൂടെ കള്ളനാക്കി തൂക്കിയിരിക്കുവാൻ. ഇവൻ അരുതാത്തതൊന്നും ചെയ്തില്ല എന്ന് ഒരു പുതിയൊരു കള്ളനുള്ള ഒരു മാനസാന്തരം ഉണ്ടല്ലോ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നിനക്കും എനിക്കും അതേപോലെ ഒരു മാനസാന്തരം ഉണ്ടായാൽ എന്റെ പിതാവ് നിത്യനില പാർദീസയിൽ കൊണ്ടുപോകും. അതിനുള്ള പ്രതീക്ഷ പ്രത്യാശ നമുക്ക് ഉണ്ടാകണം, നമുക്കില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഈ കള്ളൻ ആ സ്പോട്ടിൽ തന്നെ കർത്താവിന്റെ കൂടെ പാർദീസയിൽ കയറാൻ കഴിയും. അതിന്റെ താഴെ വായിച്ചാൽ പിന്നെ അവൻ യേശുവേ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ രണ്ടുപേരെ ഓർക്കണമെന്ന് പറഞ്ഞില്ല. എന്നെ നീ ഓർക്കണം, എന്റെ ഭാര്യനെ ഓർക്കണമെന്ന് പറഞ്ഞില്ല, എന്നെയും എന്റെ കുടുംബത്തെയും ഓർക്കണമെന്ന് പറഞ്ഞില്ല, എന്നെയും എന്റെ സഹപാഠിയെ ഓർക്കണമെന്ന് പറഞ്ഞില്ല. ഞാനും ഈ കുറ്റം ചെയ്തവരെ ഓർക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെയോ നീ എന്നെ ഓർക്കണമേ. ഞാൻ പിതാവേ ഇത്ര നാൾ ചെയ്തു പോയ പാപത്തെ ഈ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ നിന്റെ ഈ പുണ്യാള രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെയും നീ ഓർക്കണമേ എന്നുള്ള ആ പുതിയൊരു മാനസാന്തരമുണ്ടല്ലോ. കർത്താവിന്റെ കൂടെ പർദീസയിലുണ്ട്. എനിക്ക് എത്ര വലിയവനായാലും, എനിക്ക് എത്ര സ്റ്റേജ് പ്രസംഗിക്കുന്നവനായാലും, എത്ര ഏത് ശുശ്രൂഷിക്കുന്നവനായാലും നിനക്ക് പുതിയൊരു മാനസാന്തരം കൊണ്ട് ഉണ്ടായിട്ട് എളിയവരെ ആദരിച്ചില്ലായെങ്കിൽ നീ സ്വർഗരാജ്യമല്ല, കർത്താവിന്റെ പർദീസയുടെ പക്കത്ത് പോലും പോകത്തില്ല. എന്ന് വെച്ചാൽ ന്യായവിധിക്ക് പോലും കൂടെ കൊണ്ട് ചേർക്കത്തില്ല. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ